നമസ്കാരം. ഞാൻ ഡോക്ടർ സൽമി സൈമൺ, ചീഫ് മെഡിക്കൽ ഓഫീസർ, വൈദ്യമന്ദിരം ഹോസ്പിറ്റൽസ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് നടുവേദനയെക്കുറിച്ചാണ്. നടുവേദന അനുഭവിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവുകയില്ല. എന്നാൽ എല്ലാ നടുവേദനയെയും നമ്മൾ നിസ്സാരമായി കാണരുത്. നടുവേദനയെ നമുക്ക് രണ്ടായി തരംതിരിക്കാം: മെക്കാനിക്കൽ ബാക്ക് പെയിൻ എന്നും ഇൻഫ്ലമേറ്ററി ബാക്ക് പെയിൻ എന്നും. ഇനി മെക്കാനിക്കൽ ബാക്ക് പെയിനിലേക്ക് കടക്കുകയാണെങ്കിൽ എന്തെല്ലാമാണ് ഇതിൻ്റെ കാരണങ്ങളെന്ന് നമുക്ക് നോക്കാം. അസ്ഥികൾക്കും പേശികൾക്കും വരുന്ന ബലക്ഷയം, നട്ടെല്ലിലെ ഡിസ്കിന് വരുന്ന തേയ്മാനം, അസ്ഥികൾക്ക് വരുന്ന ചലനമാറ്റം, നട്ടെല്ലിന് വരുന്ന സ്ട്രെയിൻ, ഇനി സ്ത്രീകളിലാണെങ്കിൽ ഓസ്റ്റിയോപോറോസിസ് അഥവാ അസ്ഥിബലക്ഷയം, നടുകുത്തി വീഴ്ചകൾ സ്ഥിരമായി ഉണ്ടാകുന്നത്, താഴെ നിന്ന് ഭാരമുള്ള വസ്തുക്കൾ പൊക്കുന്ന സമയത്ത് നടുവിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, സ്ഥിരമായി കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ ജോലി ചെയ്യുന്ന വ്യക്തികൾ എന്നിവരിലാണ് ഈ മെക്കാനിക്കൽ ബാക്ക് പെയിൻ സ്ഥിരമായി കാണുന്നത്. ഇനി ലക്ഷണങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ സ്ഥിരമായി ജോലി ചെയ്യുന്നവരിൽ നടുവിന് ഒരു പിടുത്തം പോലെ അല്ലെങ്കിൽ ഒരു വേദന പോലെ അനുഭവപ്പെടുക, പെട്ടെന്ന് കുനിയുകയാണെങ്കിൽ വലക്കം പോലെ നടുവിന് ഒരു പിടുത്തം അനുഭവപ്പെടുക, നടുമുതൽ കാലുവരെ അനുഭവപ്പെടുന്ന തരിപ്പ്, പെരിപ്പ്, മരവിപ്പ്, പുകച്ചിൽ എന്നിവയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ. ഇനി ഇൻഫ്ലമേറ്ററി ബാക്ക് പെയിനിലേക്ക് കടക്കുകയാണെങ്കിൽ നട്ടെല്ലിലെ ജോയിൻറ്റുകൾ ഉണ്ടാകുന്ന നീർക്കെട്ട് മൂലമാണ് സ്പോണ്ടൈലോ ആർത്രൈറ്റിസ് അഥവാ നട്ടെല്ലുവാദം ഉണ്ടാകുന്നത്. ഇത് പതിവായി ട്യൂബർക്ലോസിസ് ബാധിച്ച രോഗികളിലും സ്റ്റെഫൈലോകോക്കസ് ഇൻഫെക്ഷൻ ബാധിച്ച രോഗികളിലും ഇത് പ്രധാനമായി കാണാറുണ്ട്. മെക്കാനിക്കൽ ബാക്ക് പെയിന് വിപരീതമായി രാവിലെ നടുവിന് അനുഭവപ്പെടുന്ന ശക്തമായ വേദനയും ഒരു സൈഡിലേക്ക് തിരിഞ്ഞു കിടക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതും 1-2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം തിരിയാനും കുനിയാനും പറ്റുന്ന അവസ്ഥയിലേക്ക് പോകുന്നതും ഈ ഇൻഫ്ലമേറ്ററി ബാക്ക് പെയിൻ്റെ ലക്ഷണങ്ങളാണ്. പലപ്പോഴും നമ്മൾ ഇത്തരത്തിലുള്ള നടുവേദനകളെ കാര്യമായി ഗൗനിക്കാറില്ല. ഇങ്ങനെ ഈ ജോയിൻറ്റുകൾക്കിടയിൽ വരുന്ന നീരുകൾ കൂടിച്ചേർന്ന് പലപ്പോഴും തിരിയാനും കുനിയാനും പറ്റാത്ത അവസ്ഥ വരുമ്പോഴാണ് മിക്ക രോഗികളും ഡോക്ടർമാരുടെ അടുത്ത് എത്തുന്നത്. എല്ലാ രോഗാവസ്ഥയും പോലെ തന്നെ നടുവേദനയുടെ പ്രാരംഭഘട്ടത്തിൽ നമുക്ക് ചികിത്സിച്ച് മാറ്റുവാൻ വളരെയധികം എളുപ്പമാണ്. ഇനി നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് നടുവേദനയുള്ളവർ ശ്രദ്ധിക്കേണ്ടത്? ചിട്ടയായ വ്യായാമം, പതിവായി ഇളം വെയിൽ കൊള്ളുന്നത് ശീലമാക്കുക, കുനിഞ്ഞു നിന്ന് ജോലികൾ ചെയ്യുന്നത് ഒഴിവാക്കുക, ഭാരപ്പെട്ട വസ്തുക്കൾ പൊക്കുന്നത് ഒഴിവാക്കുക എന്നിവയിലൂടെ നടുവേദനയെ ഒരു പരിധിവരെ നിയന്ത്രിച്ചു നിർത്തുവാനായി സാധിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ നടുവേദന അനുഭവിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ഉടനടി വൈദ്യസഹായം തേടി കൃത്യമായ ചികിത്സയിലൂടെ നടുവേദനയ്ക്ക് പരിഹാരം കണ്ടെത്തുവാൻ ശ്രദ്ധിക്കുക.